സൂപ്പറാണ്, മതിയായില്ല എങ്കിലും ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. കാരണം ഇതൊന്നും ഓവർ കഴിക്കാൻ പാടില്ല. അതുകൊണ്ടാണ്. നല്ല ടേസ്റ്റാണ്, അടിപൊളി മീൻകറി. നല്ല കുഴയത്തില്ലെങ്കിൽ നല്ലതായിട്ട് കുഴച്ചെടുത്ത കപ്പ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു. ഇന്ന് ഞായറാഴ്ചയല്ലേ, അങ്ങനെ ഞായറാഴ്ചയ്ക്ക് പ്രത്യേകതയൊന്നുമില്ല ഇവിടെ, ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഓരോരുത്തർ പറയും ഇന്ന് ഞായറാഴ്ചയല്ലേ സ്പെഷ്യൽ എന്താ, അങ്ങനെയൊന്നുമില്ല. നമുക്കെപ്പോൾ സൗകര്യം ഒത്ത് മേടിക്കാൻ പറ്റുന്ന അന്നേരം നമ്മൾ പോയി മേടിക്കുക എന്നുള്ളത്. അപ്പം ഇന്ന് ഞാനാണെങ്കിൽ ഇച്ചിരി മീൻ മേടിച്ചായിരുന്നു. അപ്പം മീനും ഉണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് നാളായി കുറച്ച് കപ്പ ഉണങ്ങി വെച്ചിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് വേവിച്ച് കറി വെക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്ന് ഞാൻ ആലോചിച്ചത്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെല്ലാം എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പം അത് ഒന്ന് ചെയ്ത് നിങ്ങളെ കൂടെ കാണിക്കാം. ആ കൂട്ടത്തിൽ ഞാൻ കഴിക്കുന്നതും ഒന്ന് കാണിക്കാം. എന്ന് വെച്ചാൽ പലരും പറയുന്നുണ്ട് കഴിക്കുന്നത് കാണിക്കുന്നില്ലെന്ന്. അപ്പം ഞാൻ ഇന്ന് കഴിക്കുന്നതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും താമസിക്കേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുണ്ട് കണ്ടോ, ഞാൻ കുറച്ച് ഉണക്കക്കപ്പയാണ് ഇന്ന് വെള്ളത്തിലിട്ടേക്കുന്നത്. ഈ ഉണക്കക്കപ്പ വേവിക്കാം. പച്ചക്കപ്പ ധാരാളം സുലഭമായിട്ട് കിട്ടും, എന്നാലും ഇതിൻ്റെ ഒരു വെറൈറ്റി, ഒരു രുചി വേറെയല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ വർഷം ഉണക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇനി ഇതൂടെ ഉള്ളൂ. അപ്പോൾ ഇത് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ട്, അതും ഒന്ന് കറി വയ്ക്കാം. എന്താ, മീനും കറി വെച്ച് കപ്പയും വേവിക്കാം. മീൻ ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കണ്ട മുള്ളോട് കൂടിയ മാംസമാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനി നമുക്കൊന്ന് കറി വയ്ക്കാം. അതിന് വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന കുറച്ച് കറിവേപ്പിലയും കൂടെ കൂട്ടി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പുതിയ ചട്ടിയാണ്, നല്ലവണ്ണം മയറ്റിയൊക്കെ എടുത്തത്. അതിന് ആദ്യമായിട്ടാണ് കറി വയ്ക്കുന്നത്. ഇപ്പോഴും നമ്മൾ കറി വയ്ക്കുമ്പോൾ ഇങ്ങനെ മൺചട്ടിയിലൊക്കെ കറി വയ്ക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അല്ലേ. നമ്മൾ ഈ ചതച്ച് വിട്ട ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം നല്ലതുപോലെ ചുമന്നിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പൊടികൾ എടുത്തേക്കുന്നത് ഒരു 4 സ്പൂണ് സാദാ മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് എടുത്തേക്കുന്നത്. മല്ലിപ്പൊടി എടുത്തിട്ടില്ല. ഇത്രയും സാധനങ്ങൾ എടുത്തുകൊണ്ട് ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു പോകരുത്. ആ സമയത്ത് നമ്മൾ തീ കുറച്ച് വെക്കാം. ഓൾറെഡി ചട്ടി ആയതുകൊണ്ട് നല്ല ചൂട് കാണും കേട്ടോ. അല്ല, ഇങ്ങനെ എണ്ണയൊക്കെ തിളച്ച് വരുന്ന ഒരു പരുവമുണ്ടല്ലോ, അപ്പം നമുക്ക് മനസ്സിലാക്കാം ഈ പൊടികൾ മൂത്തിട്ടുണ്ടെന്ന്. കണ്ടോ, എണ്ണകൾ തിളച്ച് വരുന്ന ഒരു പരുവം. ഈ സമയത്ത് നമ്മൾ പുളി, മീൻ കൊണ്ടുവരുമ്പോൾ തന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചേക്കണം. പ്രത്യേകം ഓർത്തോളൂ, അല്ലെങ്കിൽ പുളി ഇറങ്ങാം. കണ്ടോ, ഞാനിവിടെ പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പുളിവെള്ളം അങ്ങോട്ട് ഒഴിക്കാം. നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളിവെള്ളം അങ്ങോട്ട് ഒഴിക്കാം. സാവധാനം ഒഴിച്ചു കൊടുക്കണം, തപ്പേന്ന് ഒഴിച്ചു കൊടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ എത്ര കഴിയെന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്തൊക്കെ എന്താ പറയുന്നത്, മണ്ണ് കാണും. അതുകൊണ്ട് പുളിവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തീ കൂട്ടിയിടാം. ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിന് ഞാൻ പ്രത്യേകിച്ച് ഒരളവില്ല, എൻ്റെ ഒരു കൈത്തിട്ടമാണേ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വെള്ളം തിളച്ച് വരട്ടെ. സമയത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഉണക്കക്കപ്പയുടെ കാര്യം, അത് ഞാൻ കഴുകി വൃത്തിയാക്കി കുറച്ചേറെ വെള്ളത്തിൽ, അതായത് കപ്പയ്ക്ക് മുകളിൽ 2 ഗ്ലാസ് വെള്ളമെങ്കിലും മുകളിൽ നിൽക്കണം. ആ വെള്ളത്തിൽ നമ്മൾ ഉപ്പും കൂടെ ഇട്ട് കുക്കറി വേവിക്കാൻ വെക്കണം. കാരണം ഇതിന് ഇച്ചിരി വേവുണ്ടല്ലോ, സാധാ പോലത്തെ അല്ലല്ലോ, വേവുള്ളത് കൊണ്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് വേണം ഒരു 4 വിസിലടുപ്പിക്കുക. അതായത് 4 വിസിലെന്ന് ഉദ്ദേശിക്കുമ്പോൾ കുക്കറിൻ്റെ ഇതനുസരിച്ചിരിക്കുമെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ കുക്കർ നമുക്കറിയാലോ ഒരു സാധനം, കടലയൊക്കെ വേവുന്ന സമയം വേണം ഇതിനും. ഓക്കെ, അരപ്പ് ഇവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നല്ല മണമുണ്ട് പുളിയുടെയും അരപ്പിൻ്റെയൊക്കെ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മീൻ പെറുക്കിയിട്ട് കൊടുക്കാം. മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി ഞാൻ പറഞ്ഞല്ലോ ഒരു അരിപ്പ് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതിനി നമുക്ക് ഓരോന്നോരോന്നായി പെറുക്കിയിട്ട് കൊടുക്കാം. നമ്മൾ മീനിനൊക്കെ കറി വെക്കുമ്പോൾ ഒത്തിരി വെള്ളം അങ്ങ് വെക്കാറില്ല. കാരണം എന്താ വെച്ചാൽ ഇത് തിളയ്ക്കുമ്പോൾ തന്നെ ഇതിൽ നിന്നൊരു വെള്ളം ഇറങ്ങാറുണ്ട്.
നല്ല 2-3 തിള കഴിയുമ്പോൾ നമ്മൾ തീ കുറച്ചിടണം. എപ്പോഴും തീ കുറച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. ഉണ്ടോ ഇപ്പോൾ അരപ്പ് കണ്ടോ കുറുകിയ പരുവത്തിലായിരിക്കുന്നത്. ഇത് തിളച്ച് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം ഈ വെള്ളം എത്രമാത്രം ഇതിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ തന്നെ നമ്മൾ കുറേ വെള്ളം അങ്ങ് ഒഴിക്കണം. അങ്ങനെയൊക്കെ നമ്മൾ മീനോട്ട് തിളപ്പിച്ച് മീനിൻ്റെ ഗുണവും പോകും, അതൊരു ടേസ്റ്റും ഇല്ല. ഇങ്ങനെ നല്ല 2-3 തിള കഴിയുമ്പോൾ തീ കുറച്ചിടുക, വേവിച്ച് നമുക്ക് എത്രയും ആവശ്യം ചാറിന് വരുന്നു അത്രയും ചാറ് എടുക്കുക. ഇട്ടതിന് ശേഷം നമ്മുടെ മീൻകറി നല്ലതുപോലെ തിളച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ നേടെ കണ്ടോ വെള്ളമായി പോയ കണ്ടോ. അപ്പം നമ്മൾ അതനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. അതുപോലെ ഇങ്ങനെ കുത്തിയിട്ട് ഇളക്കൊന്നും വേണ്ട. ഞാൻ പിന്നെ ഇത് പുതിയ ചട്ടി ആയതുകൊണ്ട് നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമല്ലോ എന്ന് നോക്കണമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഇപ്പോഴത്തേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. നല്ല ചട്ടിയൊക്കെയാണ് മേടിച്ചതേ. നല്ലതുപോലെ 2-3 തിള കഴിയുമ്പോൾ നമ്മളിത് തീ കുറച്ചിട്ട് നല്ലതുപോലെ വേവണം. വെന്തതിന് ശേഷം വെള്ളം നമുക്ക് കൂടുതലാണെന്ന് കേട്ടാൽ ഒന്നുകൂടെ തീ കൂട്ടിയിട്ട് അങ്ങ് പറ്റിച്ചെടുത്തേച്ചാൽ മതി കേട്ടോ. ഉണ്ടോ മതി. അത്രയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് സ്റ്റൗ ഓഫാക്കാം. ഇത് അടച്ച് വെക്കുക, തുറന്ന് വെക്കണ്ട. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അടച്ചിരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എപ്പോഴാണോ നമ്മൾ ഫുഡ് കഴിക്കാൻ എടുക്കുന്നത് അപ്പം തുറന്നാൽ മതി. ഓക്കെ കണ്ടോ പരുവായിട്ടുണ്ട്. വെന്തോ ഇല്ലയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഉണക്കക്കപ്പ അടുപ്പേ വെച്ചിട്ടുണ്ട്. 4 വിസിലടിച്ചതിന് ശേഷം അത് വാങ്ങണം. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ ഞാൻ 3-4 കാന്താരിയാണ് എടുത്തേക്കുന്നത്. ഇവിടെ കിടന്നതാണ് കേട്ടോ. കാന്താരി നല്ല എരിയുള്ളതാണ്. വെളുത്തുള്ളി, കറിവേപ്പില, തേങ്ങ, പിന്നെ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടവർക്ക് ജീരകം ചേർക്കാം. ജീരകം കൂടെ ചേർക്കുമേ, പക്ഷെ ഞാൻ ചേർക്കില്ല. എനിക്കിത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കത്തില്ല. അപ്പം ഇങ്ങനെയാണ് ഞാൻ കപ്പയ്ക്ക് അരയ്ക്കുന്നത്. ശരിക്കും അങ്ങോട്ട് വെന്തിട്ടില്ല, സാരമില്ല. നമുക്കിത് ഊറ്റിയിട്ട് അരപ്പും വെള്ളവും കൂടെ ചേർത്ത് ഒന്നുകൂടെ കുക്കറിൽ വെച്ച് വേവിക്കാം. ഓക്കെ ഇതേണ്ട ഞാൻ അരപ്പും വെള്ളവും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 3 വിസിലും കൂടെ അടുപ്പിക്കാം. ഇനിയിപ്പോൾ ഇതിനകത്ത് എളുപ്പ വേവാനുള്ള വഴികൾ എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമാണ്. ഇതങ്ങനെ വലിയ പാചകമൊന്നും ഇതിനെക്കുറിച്ചുള്ള വലിയ പാചകമൊന്നും അറിയില്ല കേട്ടോ. കപ്പ അരപ്പിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതേണ്ട വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇളക്കാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇത് വേവിച്ചിരി ഇതുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ടേസ്റ്റ് കൂടും. നല്ലതുപോലെ ഞാൻ ഇളക്കട്ടെ. കൈ വയ്യെങ്കിലും ഇളക്കണമല്ലോ. കണ്ടോ മീനെ കണ്ടോ. ഇനി നമുക്കിതൊന്ന് വിളമ്പാം കേട്ടോ. നല്ല ഇപ്പോൾ കണ്ടോ കൊഴുത്ത ചാറോട് കൂടിയ മീൻ കറി നല്ല സൂപ്പറാണ് കേട്ടോ. ചട്ടിയൊന്നും അടി പിടിച്ചിട്ടില്ല, ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ സൂപ്പറായിട്ടുള്ള കളി. ഇനി നമുക്ക് കപ്പയും മീനും കൂടി ഒന്ന് കഴിച്ച് നോക്കാം. ഞാൻ കപ്പ എടുക്കുകയാണേ. ഞാൻ പറഞ്ഞല്ലോ സാധാ കപ്പയല്ല, ഉണക്കക്കപ്പ. അപ്പോൾ അതേ ഞാനിവിടെ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് കഴിച്ച് കാണിക്കാം. നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ച് മീൻകറിയൊക്കെ നല്ല. ശരിക്കും പറഞ്ഞാൽ മീൻകറി പിറ്റേന്ന് കൂട്ടുന്ന ആ രുചി. ഇപ്പോൾ നമുക്ക് അതിനുള്ള വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. ഇതിൻ്റെ ഈ സാധനത്തിൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഞാൻ അതായത് കപ്പയുടെ. അത് ഉണക്കലായിക്കോട്ടെ കറുത്തതായിക്കോട്ടെ
ഇനി ഏത് രീതിയിലുള്ളതായാലും ഞാൻ ഓക്കെ. അപ്പോൾ നമുക്ക് വേറെ ഒന്നിനോടും എനിക്ക് ഇത്രയും എന്താ പറയുന്നത് ആക്രാന്തമില്ല. ഇതിനോട് ഭയങ്കര ആക്രാന്തമാണ്. ഇവനൊക്കെ മീൻ മേടിക്കുമ്പോഴല്ലോ ഇതില്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ചോണ്ട അന്നേരം ഒരു സുമാറില്ല. നല്ല മീനാണ്. എനിക്ക് ചിക്കൻ ആയാലും മീനായാലും എല്ലാം മുള്ളോട് കൂടിയതാണ് ഇഷ്ടം. അല്ല തനി മാംസം വലിയ താല്പര്യമില്ല. വീട്ടിലുള്ളവർക്ക് തിരിച്ചാ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കണ്ടോ, നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ആഹാരമല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഈ ഒരു സംഭവം എത്ര കഴിച്ചാലും മതിയാവില്ല. അതെപ്പോഴായാലും 3 ടൈം ആയാലും കുഴപ്പമില്ല. ഇനിയിപ്പം നാളെ ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഒത്തിരി കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഇനി അധികം നിങ്ങളെ ഞാൻ കൊതിപ്പിക്കുന്നില്ല. അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ ഇറക്കിയിട്ട് പറയാം. ഞാനിടുന്ന വീഡിയോകൾ അപ്പോഴായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും വണക്കം.